നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് ഈ മാസം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്, നല്ല ദൈവാധീനം ഉള്ളത് കാരണമുണ്ട്. അത് ഭാഗ്യാധിപതിയും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും ഒരുമിച്ച് യോഗം ചെയ്ത് 5-ലാണ് നിൽക്കുന്നത്. അപ്പോൾ പൂർവ്വപുണ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം, ഭാഗ്യവർദ്ധനവിനുള്ള യോഗം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പം ലാഭാധിപതിയും ധനാധിപതിയുമായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപതിയോട് യോഗം ചെയ്തിട്ട് ഒരു പൂർവ്വപുണ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കൊണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭത്തിന് യോഗമുണ്ട്. കാരണം ലഗ്നാധിപതി നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. അപ്പോൾ നിധി ധനഭോഗി എന്ന് പറയുന്നൊരു യോഗമാണ്. നിധി കിട്ടുക എന്ന് വെച്ചെന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുക, ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു സാമ്പത്തിക നേട്ടമൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ് എന്ന് വേണം പറയാനായിട്ട്. കർമ്മസംബന്ധമായിട്ട് കർമാധിപതി സഹായസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിലും വളരെ നല്ല ഗുണമനുഭവിക്കാനിടവരും. നല്ല സഹായങ്ങൾ കർമ്മ മേഖലയിൽ കിട്ടും. തൊഴിൽ സ്ഥാനക്കയറ്റത്തിന് വരെ യോഗമുള്ള സമയമാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗുണഫലങ്ങളാണ്. ജോലിയിൽ ഒന്നെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടുക, അല്ലെങ്കിൽ ശമ്പളത്തിൽ വർധനവുണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. പക്ഷേ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാക്കുന്നൊരവസ്ഥയുണ്ട്. എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഒരു ദോഷം മാറുന്നതിനുള്ള ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യണം. നാഗപൂജയും അതേപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയൊക്കെ ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടും ചെയ്യണം. കാരണം ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ജലജലധന ഭോക്ത എന്ന് പറയുന്ന യോഗമുണ്ട്. കടൽ കടന്ന് പോകാനും അതേപോലെ ജലചരങ്ങളായ പവിഴം മുതലായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും ഒക്കെ യോഗമുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് വളരെ കാലമായിട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കാതെ വന്നാൽ ഈ സമയത്ത് അത് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം വർധനവിന് യോഗമുള്ളൊരു മാസമാണ്. നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നിപുണായോഗം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനാധിപത്യം വഹിച്ചു നിൽക്കുന്ന ബുധനാണ് നിവർത്തി സ്ഥാനാധിപതിയോട് ചേർന്നിട്ട് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ ഭവന സംബന്ധമായിട്ട് വീട് പണി നടത്തുക, ഭൂമി വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീട് മോടി പിടിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ഒരു വീടിൻ്റെ ഒരു റൂമൊക്കെ കൂട്ടി സൗകര്യത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. എന്തായാലും നല്ല രീതിയിലുള്ള സാമ്പത്തിക വർധനവും മാനസിക സന്തോഷവും അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.